ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ലെസൺ 3 ആണെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോണെന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പല സെൻറ്റൻസുകളും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലത് ആർ യു അല്ലെങ്കിൽ ഇസ് ഷീ വെച്ചൊക്കെ തുടങ്ങും, ചിലത് ഡസ് ഷീ, ചിലത് ഡിഡ് ഷീ, ചിലത് ഹാസ് ഷീ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചില കൺഫ്യൂഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ പാറ്റേൺസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, അതിൻ്റെ ഉത്തരങ്ങൾ കുറേ പേര് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ചില ആൾക്കാർ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ആ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇന്നത്തെ ലെസണിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അതൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റൊന്നുമല്ല, നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും. കാരണം അത്രയിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ തേർഡ് ക്ലാസ് എത്തുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സീരീസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നന്നായിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് മാത്രമല്ല, ഞാൻ ഈ സീരീസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ബേസ് അങ്ങ് കറക്റ്റായി സെറ്റായിട്ട് പിന്നെ സംസാരിച്ച് എന്താ പറയുക, നമുക്ക് ആ സെൻറ്റൻസസ് കറക്റ്റായിട്ട് വായിലങ്ങ് വരേണ്ട രീതിയിൽ ആണ് ഈ സീരീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കൂടെ പൊക്കോളൂ കേട്ടോ. ഈ ലെസൺ ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതിൻ്റെ ലെസൺ 1 ലിങ്ക് ഞാൻ താഴെ കോമെൻറ്റിൽ പിന്നെ ഇത് വെക്കാം, അത് പോയിട്ട് ആദ്യം കാണണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി കിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ നോക്കാം. പ്രിന്റർ എവിടെയാണ്? വേർ ഇസ് ദ പ്രിന്റർ? എല്ലാവരും കറക്റ്റായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് ബുക്ക് ഷെൽഫിന്റെ അടുത്താണ്. എങ്ങനെയാണ്? ഇറ്റ് ഇസ് നിയർ ദ ബുക്ക് ഷെൽഫ്. അത് കറക്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നത് 100% ആൾക്കാർ ഇത് കറക്റ്റാക്കിയിട്ടുണ്ടെന്നാണ്. അടുത്തത്, അവർക്ക് വിശക്കുന്നില്ലേ? ആറന്റ് ദേ ഹംഗ്രി? ഇതും ശരിയാക്കിയിട്ടുണ്ട്. അവർ ദുബായിലായിരുന്നോ? വർ ദേ ഇൻ ദുബായ്? ഈ ചോദ്യമാണ് ഇനി പലരും തെറ്റിച്ചിരിക്കുന്നത്. ഇതുവരെ അവൾ വീട്ടിലെത്തിയില്ലേ? ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ isn't she home yet? ആ യെറ്റ് എന്നുള്ളത് നമ്മൾ ലെസൺ 1 പഠിച്ചാണ് കേട്ടോ. isn't she home yet അല്ലേ? ഇത് തന്നെ വേണമെങ്കിൽ hasn't she reached home yet അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ did she reach home? അപ്പോൾ അവിടെ യെറ്റ് ഇട്ടിട്ടില്ല, എന്നാലും എന്താ പറയുക, ഏകദേശം അർത്ഥം കറക്റ്റായിട്ട് വരുന്നതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കാം. ഇതിൽ കറക്റ്റായിട്ട് ഇതേ അർത്ഥം വരുന്നത് ഒന്നില്ലെങ്കിൽ isn't she home yet അല്ലെങ്കിൽ hasn't she reached home yet. ഇതാണ് ശരിക്കും കറക്റ്റായിട്ടുള്ള ഉത്തരം. ഈ യഥാർത്ഥ മലയാളത്തിൻ്റെ ഇങ്ങനെ പറയണമെങ്കിൽ ഇംഗ്ലീഷിൽ ഇതാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ hasn't she reached home yet ഒക്കെ എങ്ങനെയാണിത് ഉണ്ടാക്കണേ എന്നുള്ളത് ഒരേ അർത്ഥം ഇങ്ങനെ വരുന്നത്. അവിടെ ഇങ്ങനെ hasn't വെച്ച് തുടങ്ങണേ. ആദ്യം പറഞ്ഞ സെൻറ്റൻസിൽ ഈസിൻ്റെ അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് വളരെ വൃത്തിക്ക് കവർ ചെയ്യും. അപ്പം നല്ല ശ്രദ്ധിച്ച് കേൾക്കണേ. അടുത്ത ചോദ്യം, അവൻ ഒറ്റയ്ക്കാണോ? ഈസ് ഹി അലോൺ? അവർ നേഴ്സുമാരാണോ? ആർ ദേ നഴ്സസ്? ഇതൊക്കെ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇതുവരെ പഠിച്ച സെൻറ്റൻസിൻ്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു? ഇങ്ങനെയാണോ എന്ന് ചോദിക്കാൻ അല്ലേ? ഇവനൊരു കാര്യം ഇങ്ങനെയാണോ? അത് നീലയാണോ? പുറത്തൊരു കാറുണ്ടോ? ഇങ്ങനത്തെ സെൻറ്റൻസുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് പറയണേ എന്തെങ്കിലും ഒരു പ്രവൃത്തി അതിൽ വരുമ്പോൾ അല്ലേ? ഇങ്ങനെയാണോ എന്നല്ല, ഇങ്ങനെ ചെയ്യാറുണ്ടോന്ന്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, പാട്ട് പാടാറുണ്ടോ, നടക്കാറുണ്ടോ, കുട്ടീനെ കുളിപ്പിക്കാറുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി വന്നില്ലേ? സാധാരണ നമ്മൾ ആവുക എന്നുള്ള വേർബ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, ആ ചെയ്യുന്ന കാര്യം വരുമ്പോൾ ആ സെൻറ്റൻസുകൾ ഒന്നുകിൽ ഡസ് ഷീ അല്ലെങ്കിൽ ഡു ദേ വെച്ചിട്ടാണ് തുടങ്ങുക. ഓക്കെ, ഡുവോ ഡസോ. അപ്പോൾ ഡിഡ് ഇങ്ങനെ വരുന്നത് വെച്ചാൽ ഇങ്ങനെ ചെയ്തോ എന്ന്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ, ചെയ്യാറുണ്ടോ എന്നല്ല, ചെയ്തോ. അപ്പോൾ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ഡിഡ് വെച്ചാണ് പറയാം. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ഹാസ് ഷീ എന്നൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ ഹാവ് ദേ എന്നുള്ള രീതിയിലുള്ള സെൻറ്റൻസുകൾ. അത് ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. കാരണം പ്രസൻറ്റ് പെർഫെക്റ്റിലെ സെൻറ്റൻസുകളാണത്. പ്രസൻറ്റ് പെർഫെക്റ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. പക്ഷെ നമ്മളിത് എളുപ്പ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പോകാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾ അധികം ചിന്തിക്കാണ്ട് നിങ്ങൾക്ക് സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഒരു ചാർജർ ഉണ്ടോ എങ്ങനെ ചോദിക്കും നമ്മൾ? നിങ്ങളുടെ കയ്യിൽ ചാർജർ ഉണ്ടോ? അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ കുട്ടിയുണ്ടോ, പട്ടിയുണ്ടോ, കാറുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ഈ പാറ്റേൺ പഠിച്ചു വെക്കണം. ഡു യു ഹാവ്? ഡു യു ഹാവ്? അത് കഴിഞ്ഞിട്ട് എന്താണ് ഉള്ളതെന്ന് ചോദിക്കേണ്ട ആ സാധനം പറയാം. ഇപ്പോൾ ചാർജർ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു ഹാവ് എ ചാർജർ? നിങ്ങൾക്കൊരു നായയുണ്ടോ? വീട്ടിൽ നായയും പട്ടിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ലേ? അങ്ങനെ ചോദിക്കും, ഡു യു ഹാവ് എ ഡോഗ്? അല്ലേ, ഡോഗാണ് നായ. അപ്പോൾ മനസ്സിലായോ? ഡു യു ഹാവ്? കുട്ടികളുണ്ടോ? കുട്ടികൾ എന്താണ്? ചിൽഡ്രൻ. ഡു യു ഹാവ്
ചിൽഡ്രൻ എന്ന് പറയരുത്. ചിൽഡ്രൻ എന്ന് വെച്ചാൽ കുട്ടികൾ, എന്ന് വെച്ചാൽ ഒരു എന്നർത്ഥം. ഒരു കുട്ടികൾ എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഡു യു ഹാവ് ചിൽഡ്രൻ? ഓക്കെ, ഡു യു ഹാവ് ചിൽഡ്രൻ? അപ്പോൾ മനസ്സിലായി. എന്തെങ്കിലും ഉണ്ടോ? ചാർജർ ഉണ്ടോ? ഡു യു ഹാവ് എ ചാർജർ? ഓക്കെ, അത് ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കാറില്ലേ ഇങ്ങനത്തെ ചാർജർ ഉണ്ടോ? അപ്പോൾ ഉണ്ട്, അതെൻ്റെ ബാഗിലാണുള്ളത്. അതെങ്ങനെ പറയും? എവിടെയാണുള്ളത്? ബാഗിൽ. നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും പഠിച്ചതാണ്. യെസ്, എവിടെയാണത്? ഇറ്റ് ഈസ് ഇൻ മൈ ബാഗ്. ഡു യു ഹാവ് എ ചാർജർ? യെസ്, ഇറ്റ്സ് ഇൻ മൈ ബാഗ്. ഓക്കെ, ഉണ്ട്, അതിൻ്റെ ബാഗിലാണ്. ക്ലിയർ ആയ സെൻസുകൾ? അവളുടെ അടുത്തൊന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഒന്നൊന്ന് ചെയ്ത് എവിടെ ഉദ്ദേശിക്കണേ? ചാർജർ അല്ലേ? അവളുടെ അടുത്ത് ഒരെണ്ണം ഉണ്ടോ? അങ്ങനെ ചോദിക്കും. അപ്പം നിങ്ങളുടെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിപ്പിച്ചെന്ന ഫ്രേസ് എന്താ? ഡു യു ഹാവ്. അവളുടെ അടുത്തോ അവൻ്റെ അടുത്തോ ആണെങ്കിൽ ഡസ് ഷീ ഹാവ് അല്ലെങ്കിൽ ഡസ് ഹി ഹാവ്. ഷീ എന്ന് വെച്ചാൽ അവള്, ഹീ എന്ന് വെച്ചാൽ അവൻ. ഡസ് ഷീ ഹാവ് എ ചാർജർ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അവളുടെ അടുത്ത് ഒരെണ്ണം ഉണ്ടോന്നുണ്ടെങ്കിൽ ഡസ് ഷീ ഹാവ് വൺ. അവിടെ വൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ എന്ത് സാധനത്തെ കുറിച്ചാണ് പറഞ്ഞത്? ആ സാധനം, ചാർജർ. ഇവിടെ ചാർജർ. നേരത്തെ ഇനിയിപ്പോൾ നമ്മൾ കുട്ടീനെ കുറിച്ചാണെങ്കിൽ ഇവിടെ കുട്ടി തന്നെ. ഇപ്പോൾ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് കാര്യം മനസ്സിലാക്കണം കേട്ടോ. അവളുടെ അടുത്ത് ഒരെണ്ണം ഉണ്ടോ? ഡസ് ഷീ ഹാവ് വൺ. അവൻ്റെ അടുത്ത് ആണെങ്കിലോ ഡസ് ഹീ ഹാവ് വൺ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ഇല്ല, അവളുടെ അടുത്ത് ചാർജർ ഇല്ല. എങ്ങനെ പറയും? നോ, ഷീ ഡസൻറ്റ് ഹാവ് എ ചാർജർ. അവളുടെ അടുത്ത് ചാർജർ ഇല്ല കേട്ടോ. നോ, ഷീ ഡസൻറ്റ് ഹാവ് എ ചാർജർ. അവളുടെ അടുത്ത് ഒരു ഫോണ് പോലും ഇല്ല. അതെങ്ങനെ പറയും? ഷീ ഡസൻറ്റ് ഈവൻ ഹാവ് എ ഫോൺ. ഷീ ഡസൻറ്റ് ഈവൻ ഹാവ് എ ഫോൺ. ഓക്കെ, മനസ്സിലായോ? ഡു യു ഹാവ് എ ചാർജർ? ഡസ് ഷീ ഹാവ് എ ചാർജർ? നോ, ഷീ ഡസൻറ്റ് ഈവൻ ഹാവ് എ ഫോൺ. ഷീ ഡസൻറ്റ് ഈവൻ ഹാവ് എ ഫോൺ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളൂ. ഈവൻ എന്ന് വെച്ചാൽ അതുപോലും ഇല്ല എന്നുള്ള അർത്ഥം കേട്ടോ. ഷീ ഡസൻറ്റ് ഈവൻ ഹാവ് എ ഫോൺ. ആരുടെയെങ്കിലും കൈവശം ഒരു ചാർജർ ഉണ്ടോ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിലൊരു ചാർജർ ഉണ്ടോ? അങ്ങനെ പറയും. ആരുടെയെങ്കിലും എന്ന് വെച്ചാൽ എനി വൺ. അപ്പോൾ പറഞ്ഞു നോക്കൂ, എങ്ങനെ പറയും? ഡസ് എനി വൺ ഹാവ് എ ചാർജർ? ഡസ് ഹീ പോലെയാണ് എനി വൺ, ഒരാളല്ലേ. അപ്പോൾ ഡസ് എനി വൺ കേട്ടോ. ഡസ് ഹീ ഹാവ് എ ചാർജർ? ഡസ് ഷീ ഹാവ് എ ചാർജർ? ഡസ് എനി വൺ ഹാവ് എ ചാർജർ? ആരുടെയെങ്കിലും കയ്യിൽ ചാർജർ ഉണ്ടോ? ഡസ് എനി വൺ ഹാവ് എ ചാർജർ? ഓക്കെ, ആരുടെയെങ്കിലും കയ്യിലുണ്ടോ ചാർജർ? ആർക്കും ഒരു ചാർജർ ഇല്ല. ആരുടെ കയ്യിലും ഒരു ചാർജർ ഇല്ല. എങ്ങനെ പറയും? ആരുടെ കയ്യിലെന്ന് പറയാൻ, ആരുടെ കയ്യിൽ ഇല്ല എന്ന് പറയാൻ നോ വൺ. അപ്പം നോ വൺ രണ്ട് വാക്കുകളാണ് ഒറ്റ വാക്കായിട്ട് എഴുതിയിരുന്നത്. നോ വൺ എന്ത്? ഹാസ് എ ചാർജർ. അതെന്താ അവിടെ ഹാസ് വന്നേ? ഹാവ് അല്ല വരാത്തെ. അപ്പം നമ്മൾ ഒരാളാണെങ്കിൽ ഹാസ് എന്ന ഉപയോഗിക്കേണ്ടത്. അപ്പം ഹീ ഹാസ് എ ചാർജർ. അവൻ്റെ കയ്യിലൊരു ചാർജർ ഉണ്ട്. അവളാണെങ്കിൽ ഷീ ഹാസ് എ ചാർജർ. ആരുടെ കയ്യിൽ ഇല്ലെങ്കിലും ഒരാളെ പോലെ കൺസിഡർ ചെയ്യണ്ടേ. നോ വൺ ഹാസ് എ ചാർജർ. ഓക്കെ, ചോദ്യം വരുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അവരുടെ കയ്യിൽ ചാർജർ ഉണ്ട്. എങ്ങനെ പറയും? അവർ ദേ ഹാവ് എ ചാർജർ അല്ലേ. ഹീ, ഷീ, നോ വൺ, എവ്രി വൺ എന്നൊക്കെ വരികയാണെങ്കിൽ മാത്രം ഹാസ് ഉപയോഗിക്കാം. ഉണ്ട് എന്ന് പറയണമെങ്കിൽ, ഇല്ല എന്ന് പറയണമെങ്കിൽ ഇങ്ങനെ ഡസൻറ്റ് ഹാവ് എന്നാ പറയാം. ഹാസ് അല്ല ഉപയോഗിക്കുക കേട്ടോ. ദേ ഡോണ്ട് ഹാവ് എ ചാർജർ. ഹീ ഡസൻറ്റ് ഹാവ് എ ചാർജർ. ഹീ, ഷീ വരുമ്പം ഡസ് ആണ് കൂടെ വരേണ്ടത്. ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ഡസ് ഹീ ഹാവ് എ ചാർജർ? ഡസ് ഷീ ഹാവ് എ ചാർജർ? അങ്ങനെ. ദേ വരുമ്പം അല്ലെങ്കിൽ വി വരുമ്പോൾ യു വരുമ്പോൾ ഒക്കെ ഡു വരണം. ഡു യു ഹാവ് എ ചാർജർ? ഡു ദേ ഹാവ് എ ചാർജർ? ഡു വി ഹാവ് എ ചാർജർ? ഓക്കെ, ഉണ്ടെന്ന് പറയണമെങ്കിൽ ദേ ഹാവ് എ ചാർജർ, യു ഹാവ് എ ചാർജർ, വി ഹാവ് എ ചാർജർ. ഹി ഹാസ് എ ചാർജർ, ഷീ ഹാസ് എ ചാർജർ, നോ വൺ ഹാസ് എ ചാർജർ. എല്ലാവരുടെ കയ്യിലും ചാർജർ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ എവ്രി വൺ ഹാസ് എ ചാർജർ. ഹാവും ഹാസും മനസ്സിലായോ? ശരിക്കും ഈ ഹാവും ഹാസും എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ പൊതുവെ അവനോ അവളോ വേറെ ഒരാൾ അവരെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എസ് ഇട്ട ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അത് ശ്രദ്ധിക്കണം. അവൾക്ക് നീണ്ട മുടിയുണ്ട്. ഷീ ഹാസ് ലോങ് ഹെയർ. ഷീ ഹാസ് ലോങ് ഹെയർ. ഓക്കെ, എല്ലാവർക്കും നീണ്ട മുടിയുണ്ട്. എവ്രി വൺ ഹാസ് ലോങ് ഹെയർ. അവർക്കായിരുന്നെങ്കിലോ ദേ ഹാവ് ലോങ് ഹെയർ. ഇനി ചോദ്യം വരുമ്പോൾ ഡസ് ഷീ ഹാവ് ലോങ് ഹെയർ. അവനാണെങ്കിൽ ഡസ് ഹീ ഹാവ് ലോങ് ഹെയർ.
അവരാണെങ്കിൽ ഡു ദേ ഹാവ് ലോങ് ഹെയർ. അപ്പോൾ കണ്ടോ, ഹീയും ഷീയും ഒക്കെ വരുമ്പം എപ്പോഴും എസ് ഇട്ട ഫോം. ഡു വരില്ല, ഡസ് ആണ് വരിക. ഓക്കെ, ഡസ് വരുമ്പം പിന്നെ ഹാസ് ഉപയോഗിക്കരുത്, ഹാവ് മാത്രം ഉപയോഗിക്കാറ്. ഒരു എസ് ഇട്ട ഫോം മതി. ഡസ് ഒന്നും ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ ഹാസ് ഉപയോഗിക്കണം. ഹി ഹാസ് എ ചാർജർ, ഷീ ഹാസ് എ ചാർജർ, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, എല്ലാവർക്കും ഫോണുണ്ട്. എങ്ങനെ പറയും? എവ്രി വൺ ഹാസ് എ ഫോൺ. വണ്ണ് കണ്ട അപ്പം നിങ്ങൾ ഹാസ് ഇടണം, എസ് ഉള്ള ഫോം ഇടണം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ പക്കൽ ഒരു ചാർജർ ഉണ്ടായിരുന്നോ എന്നാണെങ്കിലോ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉണ്ടോയെന്നല്ല ചോദിക്കേണ്ടത്, ഉണ്ടായിരുന്നോ, മുമ്പ് നടന്ന കാര്യമാണ്, അതുകൊണ്ട് ഡിഡ് വേണം. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഭൂതകാലത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ ഡിഡാണ് ഉപയോഗിക്കേണ്ടത്. ഡൂ ഡസ് ഒന്നും ഉപയോഗിക്കില്ല. ഓക്കെ, ഉണ്ടോ, ചെയ്യാറുണ്ടോ, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഡൂ ഡസും വരിക. മനസ്സിലായോ? അപ്പോൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചാർജർ ഉണ്ടായിരുന്നോ, നിന്റെ കയ്യിൽ ചാർജർ ഉണ്ടോ, നിങ്ങളുടെ കയ്യിൽ ചാർജർ ഉണ്ടോ എന്ന് ചോദിക്കും. ഡു യു ഹാവ് എ ചാർജർ അല്ലേ. നിങ്ങളുടെ കയ്യിൽ ചാർജർ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഡൂന് പകരം ഡിഡ് ഇടുക. ഡിഡ് യു ഹാവ് എ ചാർജർ? നിങ്ങളുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ വിത്ത് യു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഡിഡ് യു ഹാവ് എ ചാർജർ വിത്ത് യു? നിങ്ങളുടെ കയ്യിൽ ചാർജർ ഉണ്ടായിരുന്നോ? ഡിഡ് യു ഹാവ് എ ചാർജർ വിത്ത് യു? എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയണമെങ്കിലോ, നോ ഐ ഡിഡൻറ്റ്. നോ ഐ ഡിഡൻറ്റ്. അപ്പോൾ വേണമെങ്കിൽ മുഴുവൻ പറയാം കേട്ടോ. നോ ഐ ഡിഡൻറ്റ് ഹാവ് എ ചാർജർ. പക്ഷെ അത് മുഴുവൻ പറയണ്ട, ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രം പറഞ്ഞാൽ മതി. അപ്പം നോ ഐ ഡിഡൻറ്റ്. നോ എന്ന് മാത്രം പറയണ്ട, നോ ഐ ഡിഡൻറ്റ്, ബാക്കി പറയണ്ട. മനസ്സിലായോ? ഇതിലും ഡിഡ് വരികയാണെങ്കിൽ നമ്മൾ വേർബിനെ എസ് ഒന്നും ഇല്ലാത്ത ബേസ് ഫോമിൽ ഇടുക. ഹാവ് ഉപയോഗിക്കുക. ഈറ്റ് എന്നുള്ള വേർബാണെങ്കിൽ ഈറ്റ്സ് ഉപയോഗിക്കേണ്ട, ഈറ്റ് ഉപയോഗിക്കുക, അങ്ങനെ. ഓക്കെ, ഇത് നമ്മൾ കുറച്ചുകൂടെ കവർ ചെയ്യും. ഇതിപ്പോൾ ഈ ഹാവ് വെച്ചിട്ട് നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിനി കോൺവെർസേഷനിൽ പെടപെടേന്ന് നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിലും കുറച്ച് സമാധാനമായി ആലോചിച്ച് ഉണ്ടാക്കിയാൽ മതി. ഇത് ശരിയാവും, എന്നെ ട്രസ്റ്റ് ചെയ്യുക, ഇത് നിങ്ങൾക്ക് റെഡി ആക്കും ഞാൻ. ഓക്കെ, അവൾ ഏതെങ്കിലും ചാർജറുകൾ കൊണ്ടുവന്നിരുന്നോ, അങ്ങനെ പറയും. കൊണ്ടുവരിക എന്ന് വെച്ചാൽ ബ്രിങ് എന്നുള്ള വാക്കാണ്. അവൾ കൊണ്ടുവന്നിരുന്നോ, ചാർജറുകൾ ഏതെങ്കിലും കൊണ്ടുവന്നിരുന്നോ, അങ്ങനെ ചോദിക്കും. അപ്പോൾ ചെയ്തിരുന്നോ, പാസ്റ്റാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഡിഡ്. അവൾ കൊണ്ടുവന്നിരുന്നോ, ഡിഡ് ഷീ ബ്രിങ് ഏതെങ്കിലും ചാർജറുകൾ, എനി ചാർജേഴ്സ്. ഡിഡ് ഷീ ബ്രിങ് എനി ചാർജേഴ്സ്? ഒന്ന് ഉറക്കം എന്നോട് പറയൂ. ഉറക്കം പറഞ്ഞാലേ നമുക്കിത് വായിൽ മസിൽ മെമ്മറിയിൽ വരുള്ളൂ. ഡിഡ് ഷീ ബ്രിങ് എനി ചാർജേഴ്സ്? ഇല്ല, കൊണ്ടുവന്നിരുന്നില്ല. നോ ഷീ ഡിഡിൻറ്റ്. ഇവിടെയാണ് പലരും തെറ്റിക്കാറുള്ളത്. നോ ഷീ ഡസിൻറ്റ് എന്ന് പറയും. ഡസിൻ എന്ന് വെച്ചാൽ പ്രസൻറ്റൻസാ, അതല്ല, കൊണ്ടുവന്നിരുന്നില്ല, പാസ്റ്റ് ടെൻസാ. അപ്പോൾ നോ ഷീ ഡിഡിൻറ്റ്. അവളുടെ കയ്യിൽ ഒട്ടും പണമില്ല, എങ്ങനെ പറയും? പണം ഉണ്ടായിരുന്നില്ല എന്നല്ല, പണം ഇല്ല. അപ്പോൾ ഡിഡ് വരുമോ? ഇല്ല. ഉണ്ടായിരുന്നില്ല എന്ന് പറയാനാണ് ഡിഡ് വരിക. ഇല്ല എന്ന് പറയണമെങ്കിൽ ഷീ ഡസിൻറ്റ് ഹാവ് എനി മണി. ഷീ ഡസിൻറ്റ് ഹാവ് എനി മണി. ഓക്കെ, അവളുടെ പേഴ്സ് നഷ്ടപ്പെട്ടോ, അങ്ങനെ പറയും. അപ്പം നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പാസ്റ്റാണ്. അപ്പം എന്ത് പറയും? ഡിഡ് ഷീ നഷ്ടപ്പെടുക, ലൂസ്. ലൂസിൻ്റെ സ്പെല്ലിംഗ് ഉണ്ടോ? LOSE അല്ല, LOSE ആണ് കേട്ടോ. 2 ലൂസ് ഉണ്ട്. LOSE എന്ന് വെച്ചാൽ അയഞ്ഞത്. കുപ്പായൊക്കെ അയഞ്ഞതാണെങ്കിൽ നമ്മൾ ലൂസാന്ന് പറയും. ഇത് നഷ്ടപ്പെടുക, ലൂസ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ലോസ്റ്റ്. ഓക്കെ, ഇത് LOSE എന്ന് വെച്ചിട്ട് ലോസ് എന്ന് പറയരുത്, ലൂസ് എന്ന് കേട്ടോ. അത് ലോസ് എന്ന് വെച്ചാൽ എന്താ? LOSS, ലാഭം, നഷ്ടത്തിന്, നഷ്ടമാണത്. ഓക്കെ, അപ്പോൾ അവളുടെ പേഴ്സ് നഷ്ടപ്പെട്ടോ? ഡിഡ് ഷീ ലൂസ് ഹർ പേഴ്സ്? ഇല്ല, അവളുടെ പേഴ്സ് നഷ്ടപ്പെട്ടിട്ടില്ല. നോ ഷീ ഡിഡൻറ്റ് ലൂസ് ഹർ പേഴ്സ്. കേട്ടോ, ഷീ ഡിഡൻറ്റ് ലൂസ് ഹർ പേഴ്സ്. അവളുടെ ബാഗ് നഷ്ടപ്പെട്ടു, എങ്ങനെ പറയും? അപ്പോൾ ഡിഡൊന്നും വേണ്ട, ലൂസിൻ്റെ പാസ്റ്റ് ടെൻസ് ഇട്ടാൽ മതി. ഷീ ലോസ്റ്റ് ഹർ ബാഗ്. ഷീ ലോസ്റ്റ് ഹർ ബാഗ്. ഡിഡ് ഷീ ലൂസ് ഹർ പേഴ്സ്? നോ ഷീ ഡിഡൻറ്റ്. ഷീ ലോസ്റ്റ് ഹർ ബാഗ്. ഷീ ലോസ്റ്റ് ഹർ ബാഗ്. അവൾക്ക് ഒരു ഫോൺ ഉണ്ടോ, എങ്ങനെ പറയും? ഡസ് ഷീ ഹാവ് എ ഫോൺ? എളുപ്പമല്ലേ? അവൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡസ് ഷീ ഹാവ് എ ഫോൺ? അതെ, അവൾക്കൊരു ഫോൺ ഉണ്ട്. യെസ് ഷീ
ഹാസ് എ ഫോൺ അല്ലെ. ഡസ് ഷീ ഹാവ് എ ഫോൺ? യെസ്, ഷീ ഹാസ് എ ഫോൺ അല്ലെ. ഷീ ഹാസ്, ഡസ് ഷീ ഹാവ്, ഈ രണ്ട് ഫ്രേസസും നിങ്ങൾ കുറച്ച് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇതൊന്നും നമുക്ക് ആലോചിച്ച് ഷീ കഴിഞ്ഞ പിന്നെ ഹാസ് അങ്ങനെ ആലോചിച്ചെടുക്കാൻ പറ്റില്ല. അത് സമയം എടുക്കും. അപ്പം നമുക്ക് സംസാരിക്കുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. നമുക്ക് പേടി തോന്നും ഇത് മുഴുവൻ നമ്മൾ ആലോചിച്ചെടുക്കുമ്പോഴേ. നമുക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇടയിൽ ഈ ഗ്രാമർ ആലോചിച്ചൊക്കെ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഫ്രേസസ് വെച്ച് പഠിക്കണേ ഇത്. അപ്പം ഞാൻ പറഞ്ഞ ഫ്രേസസ് ഓർമ്മയുണ്ടോ? ഡസ് ഷീ ഹാവ്, അവൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കണേ ഡസ് ഷീ ഹാവ്. നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു ഹാവ്. ഓക്കെ, ഇത്രയും പഠിക്കുക. ഡസ് ഷീ ഹാവ്, ഡു യു ഹാവ്. ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഷീ ഹാസ് ആ കാര്യം എന്താ വെച്ചാൽ ഫോണാണെന്ന് വെച്ചാൽ ഫോൺ. അവർക്കാണെങ്കിൽ ദേ ഹാവ് എ ഫോൺ. ഓക്കെ, ഡസ് ഷീ ഹാവ് എ ഫോൺ ഉണ്ടെന്ന് പറയണമെങ്കിൽ യെസ് ഷീ ഹാസ് എ ഫോൺ. അവൾക്ക് ഇല്ല, ഫോൺ ഇല്ല എന്ന് പറയണമെങ്കിൽ നോ ഷീ ഡസൻറ്റ് ഹാവ് എ ഫോൺ. ഓക്കെ, ഇനി ദേയുടെ പറഞ്ഞു നോക്കാം. അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടോ? ഡു ദേ ഹാവ് എ ഫോൺ? ഡു ദേ ഹാവ് എ ഫോൺ? ഉണ്ട്, അവർക്കൊരു ഫോൺ ഉണ്ട്. യെസ് ദേ ഹാവ് എ ഫോൺ. ദേ ഹാവ് എ ഫോൺ. ഇല്ല, അവർക്ക് ഫോണില്ല. നോ ദേ ഡോണ്ട് ഹാവ് എ ഫോൺ. നോ ദേ ഡോണ്ട് ഹാവ് എ ഫോൺ. നമ്മൾ ഹാസ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസുകളുണ്ട് അല്ലേ. പൊതുവെ നമ്മൾ ഹാസ് വെച്ചോ അല്ലെങ്കിൽ ഹാവ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസുകൾ എക്സ്പീരിയൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. നമുക്ക് മൂന്നാറിൽ പോയിട്ടുണ്ട്, അതൊരു എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, അത് എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തിന്നിട്ടുണ്ട്, ഒരു അപൂർവമായ എന്തെങ്കിലും കാര്യം നമ്മൾ കഴിച്ചിട്ടുണ്ട്, അതൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ അവൾ മൂന്നാറിൽ പോയിട്ടുണ്ടോ എങ്ങനെ പറയും? ഹാസ് ഷീ ബിൻ ടു മൂന്നാർ, അങ്ങനെ പറയാത്. ഈ സെൻറ്റൻസ് എക്സ്പീരിയൻസ് എവിടെയെങ്കിലും പോയിട്ടുള്ള എക്സ്പീരിയൻസിന് ഇങ്ങനെ തന്നെ പറയണം. അപ്പോൾ പോവുക എന്ന് പറഞ്ഞാൽ ഗോ അല്ലേ എന്നുള്ളൊരു സംശയം ചോദിക്കും അല്ലേ. ഗോ എന്ന് പറഞ്ഞാൽ പോവുക. പക്ഷേ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ബിൻ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. BEEN. ഓക്കെ, ഹാസ് ഷീ ബിൻ ടു മൂന്നാർ? അവൾ മൂന്നാർ പോയിട്ടുണ്ടോ? അവര് മൂന്നാർ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഹാവ് ദേ ബിൻ ടു മൂന്നാർ? ഹാവ് ദേ ബിൻ ടു മൂന്നാർ? ഓക്കെ, അവൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ആ എക്സ്പീരിയൻസ് ചോദിക്കുക. അവൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ അങ്ങനെ പറയും. വായിക്കുക, റീഡ്. അതിൻ്റെ V3 ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. വേർബ്സിന് പല ഫോംസ് ഉണ്ട്. അതിൽ റീഡ്, പാസ്റ്റ് ടെൻസ് റെഡ്, V3യും റെഡ് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനതിൻ്റെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല വേർബ്സിൻ്റെയും V1 ഇങ്ങനത്തെ ബേസ് ഫോമും പാസ്റ്റ് ഫോമും V3 ഫോമൊക്കെ ഒരു ലിസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ കോമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ PDF കിട്ടും. അത് ഫോണിലെങ്ങാനും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളതൊന്ന് 2-3 തവണ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് V3 ഫോം, V1 ഫോം, V2 ഫോം ഒക്കെ കേട്ടോ. റീഡിൻ്റെ V3 റെഡ് ആണ് കേട്ടോ. റെഡ് എന്ന് വെച്ചാൽ RED അല്ല, READ തന്നെയാണ്. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അവൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഹാസ് ഷീ റെഡ് ദിസ് ബുക്ക്? അവർ ഈ മൂവി കണ്ടിട്ടുണ്ടോ? ഹാസ് അല്ല, ഹാവ്. അവരെന്ന് പറഞ്ഞാൽ ഹാവ് ദേ വാച്ച്ഡ് ദിസ് മൂവി? ഹാവ് ദേ വാച്ച്ഡ് ദിസ് മൂവി? പക്ഷേ ഇപ്പം ഇത് മനസ്സിലായില്ലേ, എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പം അതിന് റെലവൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും അധികം ആലോചിക്കേണ്ട. കാരണം അത്രയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രാമർ പഠിച്ചാൽ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്ന നേരത്ത് ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കി പഠിച്ചു വരുന്നല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഞാൻ പറയുന്നൊരു ട്രിക്ക് പറഞ്ഞുതരാം. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ അവൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞില്ലേ, ആ സെൻറ്റൻസിൽ തന്നെ നമ്മൾ സമയം പറയുകയാണെങ്കിൽ എന്നുവെച്ചാൽ എപ്പോഴെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ ഇന്നലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു പാസ്റ്റിലുള്ള സമയം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെൻറ്റൻസ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ അവൾ കഴിഞ്ഞ മാസം ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ നമുക്ക് ഇംഗ്ലീഷിൽ പറ്റില്ല. ഹാസ് ഷീ റെഡ് ദിസ് ബുക്ക് ലാസ്റ്റ് മന്ത് എന്ന് പറയാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ സമയം നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ പാസ്റ്റ് ടെൻസിൽ പറയണം. ഡിഡ് ഷീ റീഡ് ദിസ് ബുക്ക് ലാസ്റ്റ് മന്ത്? ഡിഡ് ഷീ റീഡ് ദിസ് ബുക്ക് ലാസ്റ്റ് മന്ത്? അങ്ങനെ തന്നെ പറയണം. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹാസ് ഷീ റെഡ് ദിസ് ബുക്ക് എന്ന് പറയാം, പക്ഷെ ലാസ്റ്റ് മന്ത് അവിടെ അല്ലെങ്കിൽ യെസ്റ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് എന്നൊക്കെ എന്തെങ്കിലും ഒരു വാക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോമിൽ പറയരുത്, ഡിഡ് വെച്ചിട്ട് പറയണം. ഓക്കെ, ഡിഡ് ഷീ റീഡ് ദിസ് ബുക്ക് ലാസ്റ്റ് മന്ത്? അവളുടെ കൈവശം ഒരു ചാർജർ ഉണ്ടോ? അത് ഹാസ് വെച്ചെങ്ങനെ പറയും? നമ്മൾ നേരത്തെ ഡസ് ഷീ ഹാവ് എ ചാർജർ എന്ന് പറഞ്ഞില്ലേ, പ്രസൻറ്റ് ടെൻസ് നമുക്ക് ഈ ഹാസ് വെച്ച് പറയാൻ പറ്റും. എങ്ങനെയെന്നറിയോ? ഹാസ് ഷീ
ഗോട്ട് എ ചാർജർ എന്ന് വെച്ച് പറയാൻ പറ്റും. ഡസ് ഷീ ഹാവ് എ ചാർജർ അല്ലെങ്കിൽ ഹാസ് ഷീ ഗോട്ട് എ ചാർജർ. അപ്പോൾ അവിടെ നമ്മൾ തെറ്റ് വരുന്ന എവിടെയെന്ന് അറിയോ? ഹാസ് ഷീ എ ചാർജർ എന്ന് പറയും, അത് പറയാൻ പറ്റില്ല. ഹാസ് ഷീ കഴിഞ്ഞിട്ടൊരു വേർബ് വേണം V3 ഫോമിൽ. ഹാസ് ഷീ ഗോട്ട് എ ചാർജർ അങ്ങനെ പറയും. ഓക്കെ, അത് വേണമെങ്കിൽ പറയാം. ഞാൻ എടുത്ത് പറയാൻ കാരണം ഇതിങ്ങനെ പറയാറുണ്ട് ആൾക്കാർ. അത് തെറ്റാണ് സെൻസ്. ഹാസ് ഷീ എ ചാർജർ എന്ന് പറയും. ഷീ ഹാസ് എ ഡോഗ് എന്ന് പറയുമ്പം ഹാസ് ഷീ എ ഡോഗ് എന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റില്ല. ഹാസ് ഷീ ഗോട്ട് എ ഡോഗ് അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവളുടെ കയ്യിൽ ഒരെണ്ണമുണ്ട്. യെസ്, ഷീ ഹാസ് വൺ അല്ലേ. അവൾ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ? ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ അവൾ എങ്ങനെ പറയും? ഒന്നില്ലെങ്കിൽ ഡിഡ് ഷീ ഫിനിഷ് ഹെർ ഹോംവർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഹാസ് ഷീ ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. ഓക്കെ, അപ്പോൾ ഡിഡ് ഷീ ഫിനിഷ്ഡ് അല്ല കേട്ടോ, ഡിഡ് ഷീ ഫിനിഷ് ഹെർ ഹോംവർക്ക്. അത് ശ്രദ്ധിക്കണേ. ഡിഡ് വരുമ്പോൾ എപ്പോഴും വേർബ് നമ്മൾ ബേസ് ഫോമിൽ വെക്കണം. ഡിഡ് ഷീ ഫിനിഷ് ഹെർ ഹോംവർക്ക്. ഡിഡ്, ഡസ്, ഡു ഇതൊക്കെ നമ്മൾ ആ സെൻറ്റൻസിലുണ്ടെങ്കിൽ ആ വേർബിന് നിങ്ങൾ മാറ്റരുത് കേട്ടോ, ഒന്നും ചെയ്യരുത്. ഹാസ് വരുമ്പോൾ അല്ലെങ്കിൽ ഹാവ് വരുമ്പോൾ തുടങ്ങുമ്പോൾ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ ഹാസ് ഷീ എന്നൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ അവിടെയുള്ള വേർബ് നിങ്ങൾ V3 ഇടാനും മറക്കരുത്. ഓക്കെ, ഹാസ് ഷീ ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്? ഇല്ല, അവൾ തീർത്തിട്ടില്ല. നോ ഷീ ഹാസൻറ്റ് ഫിനിഷ്ഡ് ഇറ്റ്. അല്ലെങ്കിൽ നോ ഷീ ഡിഡൻറ്റ് ഫിനിഷ് ഇറ്റ്. ഡിഡ് വെച്ച് ചോദിക്കുകയാണെങ്കിൽ നോ ഡിഡ് ഷീ ഫിനിഷ് ഹെർ ഹോംവർക്ക്? നോ ഷീ ഡിഡൻറ്റ് ഫിനിഷ് ഇറ്റ്. ഹാസ് ഷീ ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്? നോ ഷീ ഹാസൻറ്റ് ഫിനിഷ്ഡ് ഇറ്റ്. അവളുടെ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടോ എങ്ങനെ പറയും? ഡിഡ് ഷീ ബ്രിങ് ഹെർ ഫോൺ? ഹാസ് വെച്ച് എങ്ങനെ പറയും? ഹാസ് ഷീ ബ്രോട്ട് ഹെർ ഫോൺ? ഹാസ് ഷീ ബ്രോട്ട് ഹെർ ഫോൺ? കണ്ടോ, എപ്പോഴും ഹാസ് ഷീ കഴിഞ്ഞിട്ട് അവിടെ ഒരു വേർബ് വേണം. അതുകൊണ്ടാണ് നേരത്തെ ഹാസ് ഷീ എ ഡോഗ് എന്ന് പറയാൻ പറ്റില്ല, ഹാസ് ഷീ ഗോട്ട് എ ഡോഗ് എന്ന് പറയണമെന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കണം കേട്ടോ, എപ്പോഴും ആൾക്കാർ വരുന്ന മിസ്റ്റേക്കാണ്. ഞാനിതൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങളുടെ സെൻറ്റൻസുകൾ തെറ്റില്ല. ഓക്കെ, ഹാസ് ഷീ ബ്രോട്ട് ഹെർ ഫോൺ ചോദിച്ചപ്പം അതെ അവളുടെ കയ്യിൽ ഒരെണ്ണമുണ്ടെന്ന് ഇങ്ങനെ പറയും. യെസ് ഷീ ഹാസ് ഇറ്റ് വിത്ത് ഹെർ. അവളുടെ കയ്യിൽ അതുണ്ട്. യെസ് ഷീ ഹാസ് ഇറ്റ് വിത്ത് ഹെർ. അവളുടെ ഫോൺ അവളുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. യെസ് ഷീ ഹാസ് ഇറ്റ് വിത്ത് ഹെർ. അവൾ എൻ്റെ ബാഗ് കണ്ടിട്ടുണ്ടോ എന്ന് പറയും. എൻ്റെ ബാഗ് കണ്ടോ എന്ന് ചോദിക്കണേ ഡിഡ് ഷീ സീ മൈ ബാഗ് ചോദിക്കാം. ഇവിടെ ഹാസ് വെച്ച് പറയണമെങ്കിൽ ഹാസ് ഷീ, സിയുടെ V3 സീൻ. ഹാസ് ഷീ സീൻ മൈ ബാഗ്? എൻ്റെ ബാഗ് കണ്ടിട്ടുണ്ടോ? നല്ല അടിപൊളി ബാഗാ. അതാണ് കേട്ടോ അവിടുത്തെ സന്ദർഭം. എന്നെ കണ്ടിട്ടുണ്ടോ എൻ്റെ ബാഗ് അങ്ങനെ. അല്ലെങ്കിൽ ഇവിടെ എൻ്റെ ബാഗ് കണ്ടിട്ടുണ്ടോ? ഹാസ് എനിവൺ സീൻ മൈ ബാഗ് അങ്ങനെ ചോദിക്കാം. കാണാനില്ലെങ്കിൽ ഹാസ് എനിവൺ സീൻ മൈ ബാഗ്? രണ്ടർത്ഥം വരാം. അപ്പോൾ ഏതർത്ഥം എങ്ങനെ മനസ്സിലാവും? അത് ആ സാഹചര്യം അനുസരിച്ച്. ഒരാൾ പരതി നടക്കുകയാണെങ്കിൽ എൻ്റെ ബാഗ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നല്ലോ, എൻ്റെ ബാഗ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനല്ലേ. അപ്പോൾ ആ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കണം. ഇല്ല അവളത് കണ്ടിട്ടില്ല. ഹാസ് ഷീ സീൻ മൈ ബാഗ്? ഇല്ല അവളത് കണ്ടിട്ടില്ല. നോ ഷീ ഹാസൻറ്റ് സീൻ ഇറ്റ്. നോ ഷീ ഹാസൻറ്റ് സീൻ ഇറ്റ്. ഓക്കെ, അവളുടെ താക്കോൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഹാസ് ഷീ ലോസ്റ്റ് ഹെർ കീ? അവളുടെ ചാവി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഹാസ് ഷീ ലോസ്റ്റ് ഹെർ കീ? ലൂസ് നഷ്ടപ്പെടുക, ലോസ്റ്റ് അതിൻ്റെ V3. ഹാസ് ഷീ ലോസ്റ്റ് ഹെർ കീ? ഹീയും ഷീയും ഒക്കെ ആണെങ്കിൽ ഇതുപോലെയാണ് വരിക അല്ലേ. ഹാസ് ഷീ, ഹാസ് ഹീ അല്ലേ. ഹാസ് എനിവൺ, ഹാസ് എവ്രി വൺ, ഇതൊക്കെ അങ്ങനെ വരിക. പക്ഷെ ദേ, യു, വി എന്നൊക്കെ വരുമ്പം ഹാവ് ആണ് വരിക. ഐ വരുമ്പോഴും ഹാവ് വരിക. ഹാവ് ഐ, ഹാവ് ദേ, ഹാവ് വി, ഹാവ് യു. ഓക്കെ, അവരുടെ കയ്യിൽ ചാർജർ ഉണ്ടോ ഇങ്ങനെ പറയും. ഡു ദേ ഹാവ് എ ചാർജർ എന്ന് പറയാം. അല്ലെങ്കിൽ ഹാവ് വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ ഹാവ് ദേ ഗോട്ട് എ ചാർജർ? ഇല്ല അവരുടെ കയ്യിൽ ചാർജർ ഇല്ലെങ്കിൽ നോ ദേ ഹാവിൻറ്റ് ഗോട്ട് വൺ. അവരുടെ കയ്യിൽ ഇല്ല ഒരെണ്ണം. ദേ ഹാവിൻറ്റ് ഗോട്ട് വൺ. അല്ലെങ്കിൽ ചാർജർ ഒന്നുമില്ല എന്ന് പറയണമെങ്കിൽ നോ ദേ ഹാവിൻറ്റ് ഗോട്ട് എനി. അവരുടെ കയ്യിൽ ഒരെണ്ണം ഇല്ല എന്ന് പറയണമെങ്കിൽ നോ ദേ ഹാവിൻറ്റ് ഗോട്ട് വൺ. അവരുടെ കയ്യിൽ ഒന്നുമില്ല, ദേ ഹാവിൻറ്റ് ഗോട്ട് എനി. ഒരു തരത്തിലുള്ള ചാർജറും അവരുടെ കയ്യിലില്ല. ഓക്കെ, അവർ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എങ്ങനെ പറയും? ഹാവ് ദേ ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ്? നേരത്തെ നമ്മൾ പഠിച്ച ഹാസ് ഷീ ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ്. അവിടെ ഹാവ് ദേ ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ്. പൂർത്തിയാക്കിയിട്ടുണ്ട്. യെസ് ദേ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. ഇല്ലെങ്കിൽ നോ ദേ ഹാവൻറ്റ് ഫിനിഷ്ഡ് ഇറ്റ്. അവർ ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് പറയും. ഹാവ് ദേ വാച്ച്ഡ് ദിസ് മൂവി? കണ്ടിട്ടില്ലെങ്കിൽ നോ ദേ ഹാവൻറ്റ് വാച്ച്ഡ് ഇറ്റ്. അവർ അവരുടെ ബാഗുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ അങ്ങനെ പറയും. ഹാവ് ദേ ബ്രോട്ട് ദെയർ ബാഗ്സ്? കൊണ്ടുവന്നിട്ടുണ്ട്. യെസ് ദേ ഹാവ് ബ്രോട്ട് ദെം. അവരുടെ ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഹാവ് ദേ ലോസ്റ്റ് ദെയർ ടിക്കറ്റ്സ്? നഷ്ടപ്പെട്ടിട്ടുണ്ട്. യെസ് ദേ ഹാവ് ലോസ്റ്റ് ദെം. ഇല്ലെങ്കിൽ നോ
they haven't lost them. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണോ ഒരു കാര്യം അല്ലേ? നിങ്ങൾ വെജിറ്റേറിയൻ ആണോ, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ, നിങ്ങൾ ടീച്ചറാണോ, ഇങ്ങനത്തെ സെൻറ്റൻസുകൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ഇത് അറിയാത്ത ആൾക്കാർ ലെസൺ 1 ഉം 2 ആദ്യം കാണുക. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. കാരണം ഇത് കുറച്ച് എന്താ പറയുക, സിസ്റ്റമാറ്റിക്കായി പഠിച്ചു പോകണം, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഇപ്പോൾ ആദ്യമായിട്ട് ഈ ലെസൺ കാണുന്ന ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. കാരണം ഞാൻ അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞാലേ ഇത് ക്ലിയർ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സെൻറ്റൻസുകൾ നമ്മളെങ്ങനെ പറയും? ഈസ് ഹി എ വെജിറ്റേറിയൻ, ആർ ദേ വെജിറ്റേറിയൻ, അങ്ങനെ പറഞ്ഞിട്ട് അല്ലേ. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഡു യു ഹാവ്, ഡു ദേ ഹാവ്. അവളോ അവനോ, എവ്രി വൺ, എനിവൺ എന്നൊക്കെ ആണെങ്കിൽ ഡസ് ഷീ ഹാവ്, ഡസ് എനിവൺ ഹാവ് അല്ലേ. ഇനി ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ, നീ ആ സിനിമ കണ്ടോ, ഡിഡ് യു വാച്ച് ദ മൂവി അല്ലേ. അങ്ങനെ എക്സ്പീരിയൻസ് പറഞ്ഞെങ്കിൽ ഹാസ് ഷീ വാച്ച് ദ മൂവി, യു ആണെങ്കിൽ ഹാവ് യു വാച്ച് ദ മൂവി അല്ലേ. ഇനി ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിഡും ഹാവും വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസുകൾ പൊതുവെ ഉണ്ടാക്കാൻ പറ്റും, ഒരേ അർത്ഥം വരുന്ന രീതിയിൽ, ഏകദേശം ഒരേ അർത്ഥം വരുന്ന രീതിയിൽ. നിങ്ങൾക്ക് അങ്ങനെ തെറ്റുകൾ വരാൻ ചാൻസ് ഇല്ല. എക്സ്പീരിയൻസ് പറയുമ്പോൾ എപ്പോഴും ഹാവോ ഹാസോ വെച്ച് ചോദിക്കാൻ നോക്കുക. അല്ലാതെ എന്തെങ്കിലും പാസ്റ്റിൽ നടന്ന് നമുക്ക് ഡിഡോ ഹാവോ വെച്ച് പറഞ്ഞാലും കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷേ അതിൽ നമ്മൾ കഴിഞ്ഞു പോയ സമയം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഹാവോ ഹാസോ വെച്ച് തുടങ്ങാൻ പറ്റില്ല, നമ്മൾ ഡിഡ് വെച്ച് തന്നെ തുടങ്ങണം. അത് ശ്രദ്ധിക്കണേ. പിന്നെ ഹാവ് യു ഗോട്ട്, ആ ഗോട്ട് അവിടെ ഇടാൻ മറക്കരുത്. ഹാവ് യു എ പെൻ, ഹാവ് യു എ ട്രെയിൻ, ഹാവ് യു എ ഡോഗ് എന്നൊന്നും പറയരുത്. ഹാവ് യു ഗോട്ട് എ പെൻ, ഹാവ് യു ഗോട്ട് എ ട്രെയിൻ. ട്രെയിൻ എന്ന് വെച്ചാൽ ഒരു ടോയ് ട്രെയിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാണ്ട് ആർക്കാണ് ഒരു ട്രെയിൻ ഉണ്ടാവുക. അപ്പം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഹോംവർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അവള് പുസ്തകം കൊണ്ടുവന്നോ? ഏത് ടെൻസാണെന്ന് അറിയിക്കണേ. ചെയ്ത് കഴിഞ്ഞാണോ അവൾ ആ പരിപാടി എന്നാണ് ചോദിക്കണേ. അപ്പോൾ പാസ്റ്റ് ആണേ. അവൾ പുസ്തകം കൊണ്ടുവന്നോ, അവൾ ആ പുസ്തകം എന്ന് പറഞ്ഞാൽ ദ ബുക്ക് എന്ന് വേണേ. ഏതെങ്കിലും പുസ്തകമാണെങ്കിൽ എ ബുക്ക് മതി, പക്ഷെ ആ ബുക്ക് എന്ന് പറഞ്ഞാൽ ദ ബുക്ക്. അവൾ പുസ്തകം കൊണ്ടുവന്നോ, ആ പുസ്തകം കൊണ്ടുവന്നോ. അവർക്ക് ഉത്തരങ്ങൾ അറിയാമോ, അറിയുക എന്ന് വെച്ചാൽ നോ. അവർക്ക് ഉത്തരങ്ങൾ അറിയാമോ, അത് പാസ്റ്റ് അല്ല, പ്രസന്റ് ആണ്. ഓക്കെ, പ്രസന്റ് ആകുമ്പോൾ ഡൂവോ ഡസ്സോ വെച്ചിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ തുടങ്ങും. അപ്പം അവർ ഏതാ വരിക? അവള് ഫിഷ് കഴിക്കാറുണ്ടോ, പ്രസന്റ് ടെൻസിലെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അവൾ ഏതാ വരിക? ഡു ആണോ ഡസ് ആണോ വരിക, അത് ഡിഡ് വരുമോ, അതൊക്കെ നോക്കിയിട്ട് എഴുതാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഏതാണെന്ന് അറിയാലോ. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഫ്ലുവൻസി എത്തിക്കാനുള്ള ലെസൺസ് ഒക്കെ നമുക്ക് ഈ സീരീസിൽ കവർ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കണോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോമൻറ്റിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് സ്ഥിരമായി കിട്ടുന്നൊരു ചോദ്യമാണ്, ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ട് പഠിക്കാൻ പറ്റുമോ, അത് കോഴ്സ് എടുക്കണമെന്ന്. കോഴ്സ് പൊതുവെ പ്രൊഫഷണലായ ആൾക്കാരാണ് എടുക്കുന്നത്. കാരണം കുറഞ്ഞ ടൈമിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കവർ ചെയ്യുകയും അതിൻ്റെ ഒരു സിസ്റ്റം വേറെയാണ്. യൂട്യൂബിലെ വീഡിയോസ് അല്ല കോഴ്സിലെ വീഡിയോസ്, സെപ്പറേറ്റ് ആണ്. കാരണം എനിക്ക് കോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം തന്നെ വേണം. യൂട്യൂബിൽ എനിക്ക് കോഴ്സ് ഇടാൻ പറ്റില്ല. യൂട്യൂബിലേതായ കോഴ്സ് ഇടാൻ പറ്റും. പക്ഷേ എന്താ പറയുക, പ്രൊഫഷണലായ ആൾക്കാർക്ക്, ഇപ്പോൾ ടീച്ചേഴ്സ്, ലോയേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനത്തെ ആൾക്കാർ, ഗവൺമെൻറ് സർവൻസ്, അവരൊക്കെ എടുക്കുന്ന കോഴ്സാണ് ഈ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ്. അങ്ങനെ അവർക്ക് കുട്ടികളടുത്ത് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണം, പക്ഷേ അവരുടെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആയിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ അവർക്ക് അതിൽ പ്രാവീണ്യം കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ സിനിമ ഫീൽഡിലെ ആൾക്കാരൊക്കെ എടുക്കാറുണ്ട് എൻ്റെ കോഴ്സ്. പക്ഷേ അത് സാധാരണ നമ്മളിപ്പോൾ പഠിച്ചു വരുന്ന ഒരാൾക്ക് ആദ്യം തന്നെ കോഴ്സ് എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയില്ല കോഴ്സ് എടുക്കണം. നിങ്ങൾക്ക് കോഴ്സ് എടുക്കണം അത്യാവശ്യം തോന്നിയാൽ മാത്രം എടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതായത് സംശയങ്ങളൊക്കെ കോമൻറ്റിൽ തന്നെ ചോദിക്കുക, ഞാൻ മാക്സിമം ക്ലിയർ ചെയ്ത് തരാറുണ്ട്. കോഴ്സിലെ വീഡിയോസ് പോലെയല്ല യൂട്യൂബിലെ വീഡിയോസ്, രണ്ടാണ്. വീഡിയോസ് മാത്രമല്ല, അതിൻ്റെ ഫോർമാറ്റേ വേറെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കുറഞ്ഞ ടൈമിൽ അവരെ ഏറ്റവും എന്താ പറയുക ചിന്തിപ്പിക്കേണ്ട രീതിയിലുള്ളൊരു സംഭവമാണ് കോഴ്സ്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അവർ ചിന്തിച്ച് അതിന് കറക്റ്റ് കാര്യങ്ങൾ അവർ തലയിലൂടെ കടന്നുപോയി കുറേ പ്രാക്ടീസ് അവർ ചെയ്യിപ്പിച്ച് സെൻറ്റൻസുകൾ കുറേ കണ്ട് അവരെ ഒരു ലെവലിലാക്കലാണ് ഞാൻ കോഴ്സിലൂടെ ചെയ്യണത്. കോഴ്സ് എടുക്കണം താല്പര്യമുള്ളവർ കോഴ്സ് എടുക്കാം, അല്ലാത്തവർ യൂട്യൂബ് വീഡിയോ കണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എത്രയോ ആൾക്കാർ യൂട്യൂബിലെ പ്ലേലിസ്റ്റ് കണ്ട് ഞാൻ ഈ കോഴ്സ് ഇടുന്ന കോഴ്സുകൾ കണ്ടിട്ട് പഠിച്ച് ജോലി കിട്ടി എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് സാധ്യമാണ് കേട്ടോ, അതില്ലാന്ന് വിചാരിക്കരുത്.
പിന്നെ ചിലവർക്ക് ഓൾറെഡി ജോലിയൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ ചുരുങ്ങിയ ടൈമിൽ നമുക്ക് ഈ ഇംഗ്ലീഷിലൊന്ന് ഫ്ലുവൻസി എത്തിക്കണം എന്നുള്ള ആൾക്കാരാണ് പൊതുവെ കോഴ്സ് എടുക്കാറുള്ളത്. പക്ഷെ നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ്, ഇത് ജോലിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനാണെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല, യൂട്യൂബ് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ ഏതൊക്കെ കാണണം എന്നുള്ളത് ഞാൻ കോമെൻറ്റിൽ ഒരു ലിങ്ക് കൊടുക്കാം, ആ ഓർഡറിലും കാണുക. എല്ലാ കാര്യങ്ങളും സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കുക, അപ്പോൾ ഞാനത് ഉത്തരങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ 90 ഡേ പ്രീമിയം ഇംഗ്ലീഷ് കോഴ്സുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇമെയിൽ അയക്കണം. ഇനി അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് കോഴ്സ് താല്പര്യം ഉണ്ടെങ്കിൽ അതൊരു ചെറിയ കോഴ്സാണ്, 1 മന്ത് കോഴ്സാണ്, പക്ഷേ ഭയങ്കര എഫക്റ്റീവ് കോഴ്സാണ്. അത് വേറെ ഒരു മെത്തഡാണ്, ഗ്രാമർ പഠിപ്പിക്കുന്നില്ല അതിൽ. അപ്പോൾ നിങ്ങൾ ഈ സീരീസിനൊപ്പം ആ കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും. അത് വായിൽ നമുക്ക് വരണം സെൻറ്റൻസിൽ, അങ്ങനെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നൊരു കോഴ്സാണ്. അപ്പോൾ അതിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. 15-ാം തീയതി ബാച്ച് തുടങ്ങും. അപ്പോൾ എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾ ഒരു അരമണിക്കൂർ എങ്കിലും ദിവസം മാറ്റി വയ്ക്കാൻ പറ്റണം കേട്ടോ. അങ്ങനെ പറ്റില്ലാത്ത ആൾക്കാർ കോഴ്സ് എടുക്കരുത്, ഉപകാരം ഉണ്ടാവില്ല. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ ഒരു മാസത്തെ കോഴ്സാണ്, 30 ഡേയ്സ് കോഴ്സാണ്. വൻ മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാവും, അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഇപ്പം ഈ നടക്കുന്ന ബാച്ചിൽ തന്നെ ആൾക്കാരെന്നെ കോൺടാക്ട് ചെയ്ത് പറയണ കാര്യം കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയണത്. ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. പൊതുവേ ഗ്രാൻഡ് പാരൻസിനും കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ കോഴ്സ് ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഹോംവർക്കിൻ്റെ ആൻസേഴ്സ് ഞാൻ നോക്കട്ടെ, എഴുതിയിടുക. അത് മടി വിചാരിക്കരുത്, ആരോടും ചോദിച്ചും ചെയ്യരുത് കേട്ടോ, സ്വന്തമായിട്ട് ചെയ്യണം, എന്നാലേ നമ്മൾ പഠിക്കുള്ളൂ. അടുത്ത ദിവസം അടുത്ത വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അത് ഞാൻ ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഈ കാര്യങ്ങൾ കോൺസെപ്റ്റൊക്കെ നല്ല ക്ലിയർ ആക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.